തൃത്വനാമം മഹത്വപ്പെടട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, പരിപാവനമായ അൻപത് നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓരോ ദിനവും കൊഴിഞ്ഞു പോകുമ്പോഴും നാളെ ഞാൻ ഉപവസിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് പറയുന്നു. എന്നാൽ എൻ്റെ കടങ്ങൾ നിലനിൽക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ കരുണയാലും കൃപയാലും ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണമേ എന്ന പ്രാർത്ഥനയോടെ മുന്നേറാം. നോമ്പ് വലിയ നിക്ഷേപവും ഭണ്ഡാരവും ധനവുമാകുന്നു. ദൈവികമായ വാഗ്ദാനങ്ങൾക്ക് പഴയ നിയമ പശ്ചാത്തലത്തിൽ നൽകുന്നതായ മാറ്റമില്ലാത്തതും സ്ഥിരതയാർന്നതുമായ വിശ്വസിക്കാവുന്നതുമായ ഒരു ഉദാഹരണം ഉപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉപ്പിൻ്റെ ചരിത്രം വളരെയേറെ പ്രാധാന്യമേറിയതാണ്. യുദ്ധങ്ങൾ പോലും നടക്കപ്പെട്ടിട്ടുണ്ട്. ദണ്ഡയാത്ര പോലും ഉപ്പിന് വേണ്ടിയുള്ളതെന്ന് ആണെന്ന് നമുക്ക് വളരെയേറെ വ്യക്തമാണ്. ഉപ്പിൻ്റെ ലാറ്റിൻ പദമായ സാലിൽ നിന്നാണ് സാലറി എന്ന വാക്കുപോലും വന്നിട്ടുള്ളത്. ദൈവം ഉപ്പിനെ പ്രതീകമായി ഉപയോഗിക്കുമ്പോൾ ദൈവം യാദൃശ്യമായിട്ട് തിരഞ്ഞെടുത്തതല്ല എന്ന് നാം ഓർക്കണം. വിലപ്പെട്ടതും പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് ഉപ്പിനെ ദൈവം എടുത്ത് പറയുന്നത്. ഏവർക്കും പരിചിതമായ രണ്ട് കഥകൾ ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത് പോലെ, ദുഷ്ട മനസ്സുള്ള മോശപ്പെട്ട ആളുകളുള്ള സോദോം ഗൊമോറ നഗരത്തെക്കുറിച്ച് ഭൂപടത്തിൽ നിന്നുപോലും ഇല്ലാതാക്കുവാൻ ദൈവം തീരുമാനിക്കുമ്പോൾ നഗരത്തിലെ ഏകനീതിമാനായ ലോത്തിന് മുന്നറിയിപ്പുമായി 2 ദൂതന്മാരെ അയക്കുന്നുണ്ട്. പട്ടണം ഇല്ലാതാക്കുന്നതിന് മുന്നമേ പട്ടണം വിട്ടു പോകുവാൻ ആവശ്യപ്പെടുന്നു. ഭാര്യയെയും മക്കളെയും കൂട്ടി ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുമ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു, എന്ത് സംഭവിച്ചാലും പിന്തിരിഞ്ഞ് നോക്കരുതെന്ന്. ലോത്തിൻ്റെ ഭാര്യ തിരഞ്ഞു നോക്കുമ്പോൾ ഉപ്പുതൂണായി മാറുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഉപ്പെന്ന് എടുത്തു പറയുവാൻ കാരണം എന്താണ്? ഉപ്പെന്നത് ന്യായവിധിയെക്കുറിച്ച് കുറിക്കുന്നു. അന്തിമവും മാറ്റാനാവാത്തതുമായ ഒരു പരിണത ഫലമായി കൽപ്പന ലംഘനത്തിലുള്ളതായ മറുപടിയായും ഉപ്പിനെ അവിടെ പ്രതിനിധാനം ചെയ്യുന്നു. ഉപ്പെന്നാൽ ശുദ്ധീകരിക്കുന്നതായ ഒരു വസ്തു കൂടിയാണെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം പാപത്തെ ശുദ്ധീകരിക്കുകയും ദേശത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രത്യേകം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നു. കേവലം രുചിച്ചു നോക്കുന്ന ഒന്ന് മാത്രമല്ല, ഒരു ആത്മീയമായ ശക്തി കൂടിയാണെന്ന് പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങളിൽ എലീശ പ്രവാചകൻ അവിടെ വന്നിട്ട് എറിഹോവിലെ ജനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ദേശത്തെ വെള്ളം മോശമാണ്, ദേശം ഫലഭൂഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഉറവയുടെ അടുക്കൽ ചെന്ന് എലീശ പ്രവാചകൻ കുറച്ച് ഉപ്പ് വിതറുകയാണ്. കർത്താവ് ഓർപ്പിക്കുന്നത് പോലെ, ഞാൻ ഈ വെള്ളം സൗഖ്യമാക്കി, ഇനി ഇതൊരിക്കലും മരണത്തിന് കാരണമാവുകയില്ല, ദേശത്തിന് ഇനി ഫലപുഷ്ടി ഉണ്ടാകും, വെള്ളത്തെയും ശുദ്ധിയാക്കപ്പെടുന്നു. ഇവിടെ വെള്ളം ശുദ്ധീകരിക്കപ്പെടുമ്പോഴും സംരക്ഷിക്കപ്പെടുന്നതും ആ ദേശത്തിൻ്റേതായ ഉറപ്പിനെയാണ്. ഉപ്പ് തകർക്കപ്പെടുവാൻ സാധിക്കാത്തതായ ഉടമ്പടിയും പ്രതീകവും ദൈവികമായ ന്യായവിധിയുടേതായ ഉപകരണവുമായി മാറ്റപ്പെടുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നത് പോലെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇതിൻ്റെ അർത്ഥം ആഴം വളരെയേറെ വലുതാണ്. വിശ്വാസവും ലക്ഷ്യവുമുള്ള ജീവിതത്തിൻ്റെ നിർണായകമായ ഗുണമാണ് ഇവിടെ ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത്. ഉപ്പിന് അതിനെ സ്പർശിക്കുന്നതിനെ സ്വാധീനിക്കുള്ളതായ കഴിവ് ഉണ്ട്. ഒരു നുള്ളു ഉപ്പിന് അതിൻ്റെ രുചി തന്നെ മാറ്റുവാനായിട്ട് സാധിക്കുന്നു. ശുദ്ധീകരിക്കുന്നതായ സംരക്ഷിക്കുന്നതായ ഒരു ഉപ്പായി മാറുവാൻ നമുക്ക് സാധ്യമാകണം. പക്ഷേ മലിനപ്പെട്ടു പോയാൽ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആളുകൾ ചവിട്ടുവാൻ ഇടയാകും. പരിപാവനമായ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പം നമ്മുടെ ഉള്ളിലുള്ളതായ ഉപ്പിൻ്റെ അംശം കറപ്പെട്ടു പോകാതെ നിലനിർത്തുവാൻ നമുക്ക് സാധ്യമാകണം. ദൈവികമായ ന്യായവിധിയും ശുദ്ധീകരിക്കുന്നതും സംരക്ഷിക്കുന്നതുമാണെന്നുള്ളതായ ഉപ്പിനെക്കുറിച്ചുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും സ്വാദാർന്നതുമായ ഉപ്പായി മാറുവാൻ ഈ നോമ്പ് കാലഘട്ടം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഏവർക്കും സാധ്യമാകണം. ഉയർപ്പോളം നീളുന്നതായ ശുദ്ധീകരിക്കുന്നതായ ഒരു ദിനങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം നിങ്ങളേവരെയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ലൊരു നോമ്പ് കാലഘട്ടം നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.